യുദ്ധങ്ങൾ ഇനി ഭൂമിയിലോ കടലിലോ ആകാശത്തോ മാത്രം ഒതുങ്ങില്ല. അത് ബഹിരാകാശത്തേക്കും വ്യാപിക്കുകയാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഉപഗ്രഹങ്ങളെ തകർക്കാൻ ശത്രുരാജ്യങ്ങൾ പദ്ധതിയിട്ടാൽ എന്തു സംഭവിക്കും? ഈ ഭീഷണി നേരിടാൻ ഇന്ത്യ ഒരു പുതിയ ആയുധം തയ്യാറാക്കിയിരിക്കുകയാണ്: ബോഡിഗാർഡ് സാറ്റലൈറ്റുകൾ. എങ്ങനെയാണ് ഇവ നമ്മുടെ ബഹിരാകാശ ആസ്തികളെ സംരക്ഷിക്കുന്നത്? നമുക്ക് നോക്കാം. എന്താണ് ഇന്ത്യ പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണം? അതിന് പിന്നിൽ 2024 നടന്ന ഒരു നിർണായക സംഭവമുണ്ട്. നമ്മുടെ ഒരു സൈനിക ഉപഗ്രഹത്തിന് തൊട്ടടുത്ത്, അതായത് വെറും 1 കിലോമീറ്റർ മാത്രം അകലെ ചൈനയുടെ ഒരു ഉപഗ്രഹം വരികയുണ്ടായി. ഇത്രയും അടുത്ത ദൂരത്തിൽ നിന്ന് ആ ഉപഗ്രഹത്തിന് നമ്മുടെ സാറ്റലൈറ്റിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനോ സിഗ്നലുകൾ തടസ്സപ്പെടുത്താനോ എന്തിന് അതിനെ ഇടിച്ച് തകർക്കാൻ പോലും സാധിക്കും. ബാലക്കോട്ട് വ്യോമാക്രമണ സമയത്തും അതിനുശേഷവും പാകിസ്ഥാനെ നിരീക്ഷിക്കുന്നതിൽ നമ്മുടെ ഉപഗ്രഹങ്ങൾ വലിയ പങ്കുവഹിച്ചിരുന്നു. എന്നാൽ അന്ന് ചൈന തങ്ങളുടെ സാറ്റലൈറ്റ് ഡേറ്റ പാകിസ്ഥാന് നൽകി സഹായിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കത്തിൽ ബഹിരാകാശത്ത് ഇന്ത്യ ഇപ്പോൾ നേരിടുന്നത് ചൈന പാകിസ്ഥാൻ സഖ്യത്തിന്റെ ഇരട്ട ഭീഷണിയാണ്. ഇന്ത്യ വികസിപ്പിക്കുന്നത് പ്രധാനമായും 2 തരം ബോഡിഗാർഡ് സാറ്റലൈറ്റുകളാണ്. ഒന്നാമത്തേത് റോബോട്ടിക് ആം സാറ്റലൈറ്റുകളാണ്. ഇവയ്ക്ക് ഒരു റോബോട്ടിക് കൈ ഉണ്ടായിരിക്കും. നമ്മുടെ ഉപഗ്രഹത്തിന് ഭീഷണിയായി വരുന്ന ശത്രു പീഡകങ്ങളെ ഈ കൈ ഉപയോഗിച്ച് പിടികൂടി ദൂരത്തേക്ക് തള്ളി മാറ്റാനോ അല്ലെങ്കിൽ വലിച്ചു മാറ്റാനോ ഇവയ്ക്ക് സാധിക്കും. സാധാരണ സമയത്ത് ബഹിരാകാശ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ സാങ്കേതിക വിദ്യ യുദ്ധകാലത്ത് ഒരു പ്രതിരോധ ആയുധമായി മാറും. രണ്ടാമത്തേത് എസ്കോർട്ട് സാറ്റലൈറ്റുകളാണ്. ഇവ ചെറിയതും വേഗതയുള്ളതുമാണ്. നമ്മുടെ പ്രധാന സാറ്റലൈറ്റിന് ചുറ്റും ഇവ ഒരു സുരക്ഷാ വലയം തീർക്കും. ഏതെങ്കിലും ഇൻസ്പെക്ടർ സാറ്റലൈറ്റുകൾ, അതായത് നമ്മുടെ സാറ്റലൈറ്റിന് ചുറ്റും കറങ്ങി നടന്ന് ഒളിഞ്ഞു നോക്കാൻ വരുന്ന ശത്രുവിന്റെ ചാര കണ്ണുകളെ വളയുകയും അവയുടെ കാഴ്ച തടസ്സപ്പെടുത്തി സുരക്ഷിതമായ അകലങ്ങളിലേക്ക് ആട്ടിപ്പായിക്കാനും ഈ ബോഡിഗാർഡുകൾക്ക് സാധിക്കും. ഇവിടെ നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ചൈനയാണ്. ഇതൊന്നും ചൈനയ്ക്ക് പുതിയ കാര്യമില്ല. ബഹിരാകാശത്ത് ഇങ്ങനെയുള്ള കളിയിലൊക്കെ അവർ പണ്ടേ പുലികളാണ്. ചൈനയ്ക്ക് ഏകദേശം 1100-ലധികം സജീവ ഉപഗ്രഹങ്ങളുണ്ട്. ഇന്ത്യക്കാകട്ടെ 100-ലധികം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല എന്ന് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുകൂടാതെ മറ്റൊരു വലിയ പദ്ധതി കൂടി ഇന്ത്യ ആവിഷ്കരിക്കുന്നുണ്ട്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 50 പുതിയ നിരീക്ഷണ ഉപഗ്രഹങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ 150ഓളം സാറ്റലൈറ്റുകളും വിക്ഷേപിക്കാനാണ് ലക്ഷ്യം. ഹിമാലയൻ അതിർത്തിയിലെയും സമുദ്രത്തിലെയും ചലനങ്ങൾ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ ഇത് സഹായിക്കും. ഈ വിലപ്പെട്ട കണ്ണുകളെ സംരക്ഷിക്കാനാണ് ബോഡിഗാർഡുകൾ എത്തുന്നത്. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത ഇതിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകിയിട്ടുള്ള പങ്കാണ്. സർക്കാർ ഏജൻസികൾ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ യുവ സംരംഭകരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വർഷം പകുതിയോടെ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടക്കും. പരീക്ഷണം വിജയിച്ചാൽ 2026-27 കാലഘട്ടത്തിൽ ഈ സാറ്റലൈറ്റുകൾ പൂർണ്ണമായും സജ്ജമാകും. അതിനുശേഷം സർക്കാർ നേരിട്ട് ഇവയുടെ നിർമ്മാണം ഏറ്റെടുക്കും. മറ്റൊരു രാജ്യത്തെയും ആക്രമിക്കുക എന്നതല്ല, മറിച്ച് സ്വന്തം രാജ്യത്തെയും നമ്മുടെ സ്വത്തിനെയും സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ പുതിയ നീക്കം നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ബഹിരാകാശത്തെ ഈ അദൃശ്യ അതിർത്തികൾ കാക്കാൻ നമ്മുടെ അംഗരക്ഷകർ സജ്ജരാകുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം.